ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ബയോളജിയിലെ ഹ്യൂമൻ ബോഡി എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. ഈ വീഡിയോയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കേരള PSCയിൽ ഈ റീസെൻറ്റ് 5 ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസീസ് ഗ്ലോക്കോമ ഈസ് റിലേറ്റഡ് ടു വിച്ച് ബോഡി പാർട്ട്? ഗ്ലോക്കോമ എന്ന അസുഖം ഏത് ശരീരഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഐസ് അഥവാ കണ്ണുകൾ. ഗ്ലോക്കോമ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ലങ്സ് അഥവാ ശ്വാസകോശം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡബിൾ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ലങ്സ്? അതായത് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരെന്ത്? ഉത്തരം പ്ലൂറ. അപ്പോൾ ഈ ശ്വാസകോശത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറെ കുറച്ച് ഓർഗൻസിനും ഇതേപോലെ ഡബിൾ മെംബ്രെയിൻ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരുകൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഹൃദയത്തെ അഥവാ ഹാർട്ടിനെ കവർ ചെയ്ത് കാണുന്ന ഡബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് പെരികാർഡിയമാണ്. അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്ത് കാണുന്നത് മെനിഞ്ചസ്. ബ്രെയിനിനെ കവർ ചെയ്ത് കാണുന്നത് മെനിഞ്ചസ്. അതുപോലെ നമ്മുടെ അബ്ഡോമിനൽ ഓർഗൻസ്, ഉദരാവയവങ്ങളെ കവർ ചെയ്ത് കാണുന്നതാണ് പെരിറ്റോണിയം. ഇതെല്ലാം തന്നെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ സ്റ്റഡി ഓഫ് മസിൽസ് ഈസ് കോൾഡ് ഡാഷ്? അതായത് പേശികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം മയോളജി. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ ഈസ് എഫക്റ്റഡ് ബൈ ആൽക്കഹോൾ? അതായത് മദ്യം അഥവാ കള്ള് നമ്മുടെ തലച്ചോറിലെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം സ്കിൻ അഥവാ ത്വക്ക്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മിനറൽ പ്രസൻറ്റ് ഇൻ മസിൽസ്? നമ്മുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഉത്തരം പൊട്ടാഷ്യം. അടുത്ത ചോദ്യം, വിച്ച് നൈട്രജൻ ബേസ് ഈസ് ആബ്സെൻറ്റ് ഇൻ RNA? അതായത് RNAയിൽ കാണാത്ത നൈട്രജൻ ബേസ് ഏതാണ് എന്നാണ്? ഉത്തരം തൈമിൻ. അടുത്ത ചോദ്യം, വിച്ച് നൈട്രജൻ ബേസ് ഈസ് ആബ്സെൻറ്റ് ഇൻ DNA? അതായത് DNAയിൽ കാണാത്ത നൈട്രജൻ ബേസ് ഏതാണ് എന്നുള്ളതാണ് ഉത്തരം യുറാസിൽ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും PSC റീസെൻ്റായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് രണ്ടും ഒന്ന് നോക്കി വെച്ചേക്കണം. മാത്രമല്ല ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ ക്വസ്റ്റ്യൻ ടേമിലുള്ളതെന്നും കൂടെ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, വിച്ച് ബ്ലഡ് സെൽസ് വർക്ക് ഫോർ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് ഡിസീസസ് ഇൻ അവർ ബോഡി? അതായത് നമ്മുടെ ശരീരത്തിലെ ഏത് രക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷിക്കായി പ്രവർത്തിക്കുന്നത്? ഉത്തരം വൈറ്റ് ബ്ലഡ് സെൽസ് അഥവാ ശ്വേതരക്താണുക്കൾ. അടുത്ത ചോദ്യം, വൈ ദോസ് വിത്ത് AB ബ്ലഡ് ഗ്രൂപ്പ് ആർ കാൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻസ്? അതായത് AB രക്തഗ്രൂപ്പുള്ള ആളുകളെ സാർവിക സ്വീകർത്താക്കൾ എന്ന് വിളിക്കുവാൻ കാരണം എന്താണ്? ഉത്തരം ബിക്കോസ് A and B ആൻറ്റിബോഡി ഈസ് ആബ്സെൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. AB ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തികളുടെ ബ്ലഡ് പ്ലാസ്മയിൽ A ആൻറ്റിബോഡിയും B ആൻറ്റിബോഡിയും കാണില്ല. അതുകൊണ്ടാണ് അവരെ സാർവിക സ്വീകർത്താക്കൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ഇൻ അവർ മൗത്ത് കോസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ? അതായത് നമ്മുടെ വായ്ക്കുള്ളിലെ ബാക്ടീരിയകൾ ഏത് ആസിഡ് നിർമ്മിക്കുന്നത് മൂലമാണ് ഇനാമലിൻ്റെ നാശം ഉണ്ടാകുന്നത് എന്നാണ്? ഉത്തരം ലാക്റ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, വിച്ച് ഡൈജസ്റ്റീവ് ജ്യൂസ് ഡസൻറ്റ് കണ്ടെയ്ൻ എനി എൻസൈം? ഏത് ദഹനരസത്തിലാണ് ഒരു എൻസൈമുകളും കാണപ്പെടാത്തത്? ഉത്തരം ബൈൽ ജ്യൂസ് അഥവാ പിത്തരസം. പിത്തരസം ആരാ നിർമ്മിക്കുന്നത്? കരളാണ് നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൂ ഇൻവെൻറ്റഡ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ കിഡ്നി? ആദ്യത്തെ കൃത്രിമ കിഡ്നി നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. അടുത്ത ചോദ്യം, വിച്ച് ഹോർമോൺ ഈസ് കോൾഡ് ആസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH? അതായത് ADH അഥവാ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണിനെയാണ്? ഉത്തരം വാസോപ്രസിൻ. അടുത്ത ചോദ്യം,
What is the name of condition in which the lens in our eyes became opaque? അതായത് നമ്മുടെ കണ്ണുകളിലുള്ള ലെൻസ് അതാര്യമായി മാറുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം കാറ്ററാക്ട് അഥവാ തിമിരം. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ മദർ ആൻഡ് എംബ്രിയോ വിത്തൗട്ട് മിക്സിംഗ് ദെയർ ബ്ലഡ്? അതായത് അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? ഉത്തരം പ്ലാസെൻഡ. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി സിന്തസൈസ് സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പദാർത്ഥം നിർമ്മിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഉത്തരം ലിവർ അഥവാ കരൾ. അടുത്ത ചോദ്യം, വിച്ച് ഹോർമോൺ കണ്ടെയ്ൻസ് അയഡിൻ? അതായത് ഏത് ഹോർമോണിലാണ് അയഡിൻ അടങ്ങിയിരിക്കുന്നത്? ഉത്തരം തൈറോക്സിൻ. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഇൻ ഹ്യൂമൻ ബോഡി ന്യൂട്രലൈസ് പോയിസണസ് സബ്സ്റ്റൻസ്? അതായത് വിഷാംശം അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന ശരീരഭാഗം ഏതാണ് എന്നാണ്? ഉത്തരം ലിവർ അഥവാ കരൾ. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കോർഡിനേറ്റ്സ് മസ്കുലാർ ഫങ്ഷൻസ്? മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്? ഉത്തരം സെറിബെല്ലം. അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം വില്യം ഹാർവി. അടുത്ത ചോദ്യം, വിച്ച് വിറ്റമിൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ ഏതാണ്? ഉത്തരം വിറ്റമിൻ കെ. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്? അഥവാ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബ്രം. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾസ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്? അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസം, അതൊക്കെയാണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് അവ നിയന്ത്രിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഈ രണ്ട് ക്വസ്റ്റ്യൻസും തമ്മിൽ മാറിപ്പോവരുത്. ഐച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ വോളണ്ടറി മൂവ്മെൻറ്റ്സ്, നടത്തം, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രവും അനൈച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയുമാണ്. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾസ് ഇക്വിലിബ്രിയം ഓർ ബാലൻസ് ഓഫ് ദ ബോഡി? നമ്മുടെ ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഭാഗം, മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലം. ഈ ക്വസ്റ്റ്യൻ ഓർത്തു വയ്ക്കാൻ ഒരു ട്രിക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതും സെറിബെല്ലം ആണ്. അപ്പോൾ മദ്യം കുടിക്കുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ ബാലൻസ് പോവില്ലേ? അപ്പോൾ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലം എന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും PSC റീസെൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ ഇതേപോലുള്ള സ്പെഷ്യൽ ഏതെങ്കിലും ടോപ്പിക്ക് ക്വസ്റ്റ്യൻസ് ഇതേപോലെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ചാനലിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. GK ക്വസ്റ്റ്യൻസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്